ദേവസ്വം വകുപ്പ് മന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റെയും മെമ്പർമാരെയും കമ്മീഷണറെയും സെക്രട്ടറിയും പ്രതിയാക്കി കേസെടുത്ത് അവർ ജയിലിലടക്കി ആദ്യം ചെയ്യുന്നത്. പഴയ കാലത്തൊന്നും CPM നേരിട്ടൊന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും എടുക്കില്ല, ഘടകകക്ഷിക്ക് വിടുന്നത്. ഇപ്പൊ നേരിട്ടെടുക്കുക, കാരണം ഇതിന്റെ രുചി മനസ്സിലായി. മന്ത്രി വാസവൻ നിരീശ്വരവാദി, അദ്ദേഹം പരസ്യമായി അമ്പലങ്ങളിൽ പോയിട്ടുണ്ടാവില്ല, രഹസ്യമായി പോകാണ്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും രഹസ്യമായിട്ട് അമ്പലത്തിൽ പോകുന്നു. 100% പരാജയമാണ് MLA എന്ന നിലയിൽ സീറ്റേക്ക് പോകുവാനെന്റെ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം ഒരു കല്ലിടും, അല്ലെങ്കിൽ അവിടെ നിന്ന് സന്ദർശിച്ച് ഫോട്ടോ എടുക്കും. CPM ഏറ്റവും വലിയ മുദ്രാവാക്യം രാഷ്ട്രീയ മുദ്രാവാക്യം അവരുടെ അദാനി കോട്ട. CPM ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പിണറായി വിജയൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിൽ അദാനിയുടെ കോട്ട. കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവിതാംകൂറിൽ BJPക്ക് ഏറ്റവും വേരോട്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ് പന്തളം. പന്തളം ഉൾപ്പെടുന്ന അടൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJPയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ശ്രീ പന്തളം പ്രതാപനാണ് ശ്രീ പന്തളം പ്രതാപൻ കഴിഞ്ഞ തവണ താങ്കൾ മത്സരിച്ച അടൂർ മണ്ഡലം പന്തളം ഉൾപ്പെടുന്ന സ്ഥലമാണ്. ശ്രീ ചിറ്റയൻകുമാറാണ് മണ്ഡലത്തിനെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ കഴിഞ്ഞ 5 വർഷത്തെ മണ്ഡലത്തിലെ പ്രവർത്തി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 100% പരാജയമാണ് MLA എന്ന നിലയിൽ സീറ്റേക്ക് പോകുവാനെന്റെ. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം പ്രവർത്തനം മാത്രമല്ല, കഴിഞ്ഞ 15 വർഷം അദ്ദേഹം ഇവിടെ MLA ആയിട്ട് 15 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഈ കാലയളവിൽ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും ഈ അടൂർ നിയോജകമണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്ന കാര്യത്തിലാണ് തുടങ്ങിയത്. ഇപ്പോ ഇവിടെ തന്നെ പന്തളത്ത് തന്നെ ഒരു ബൈപ്പാസ് റോഡ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് വർഷം 10 കഴിയുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം ഒരു കല്ലിടും, അല്ലെങ്കിൽ അവിടെ നിന്ന് സന്ദർശിച്ച് ഫോട്ടോ എടുക്കും. അതല്ലാതെ ഒരു വികസനവും ഈ പന്തളം അടൂർ നിയോജകമണ്ഡലത്ത് പന്തളത്തിന് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല, എവിടെയും നടന്നിട്ടില്ല. പന്തളത്ത് അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞു അദ്ദേഹം LDFന്റെ MLA ആണ്, അതുകൊണ്ട് UDF ആയിരുന്നു അന്ന് അദ്ദേഹം ആദ്യം ജയിച്ചപ്പോൾ കേരളം ഭരിക്കുന്നു, UDF എനിക്കൊന്നും തരുന്നില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ശരി, രാഷ്ട്രീയപരമായിട്ട് അത് സത്യമല്ലെങ്കിലും രാഷ്ട്രീയത്തിന് വീണ്ടും നമുക്ക് അങ്ങ് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ പോലും ആ 5 വർഷം അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 10 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുകയാണ്. ഈ കാലങ്ങളിൽ ഒന്നും ഈ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നതാണ് വസ്തുത. പന്തളത്ത് നമ്മളൊരു വോട്ടിംഗ് ട്രെൻഡ് കാണിക്കുന്നത് പക്ഷെ അങ്ങനെയാണോ? അദ്ദേഹം 2011 മത്സരിച്ചപ്പോൾ കിട്ടിയതിനെക്കാട്ടിലും ഏകദേശം 10,000 വോട്ട് കൂടുതലാണ് 2016 മത്സരിച്ചത്. അതിനടുത്തൊക്കെ തന്നെ 2021 ഏകദേശം 66,000 വോട്ട്. ആ വോട്ടിൽ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെസ്റ്റിക്ക് 3,000 വോട്ടിനാണ് വിജയിച്ചത്, ലീഡ് കിട്ടിയത്. അതിനു മുമ്പ് അദ്ദേഹം 600 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. ശരിയാണ്, ആദ്യത്തെ തവണ. രണ്ടാമത്തെ തവണ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടി. അതിന് കാരണം അന്നത്തെ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുഖ്യ UDF സ്ഥാനാർത്ഥി KK ഷാജുവാണ്. KK ഷാജുവിനെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു പന്തളത്തുകാര്. കാരണം അദ്ദേഹം ഇവിടെ MLA ആയിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, അന്ന് അദ്ദേഹം പന്തളം ടൗണിന്റെ വികസനത്തിന് വിഘാതം നിൽക്കുന്ന ഒരു ഷോപ്പ് ഒളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആ മുതലാളിയോടൊപ്പം നിന്നു എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയമുള്ളവരല്ല, രാഷ്ട്രീയമില്ലാത്ത ചെറുപ്പക്കാർക്ക് നന്നായി ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ വന്നാൽ അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യും എന്ന് പന്തളത്തുകാരുടെ ഒരു ദൃഢപ്രതിജ്ഞയായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മാവേലിക്കരയാണ് മത്സരിച്ചത്. അതുകൊണ്ട് പന്തളത്തുകാർക്ക് നിയാക്കിയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും അന്ന് ഇവിടേക്ക് വന്നപ്പോൾ ഈ ജനം മുഴുവൻ ഷാജുവിനോടുള്ള പ്രതികരണം അത് വോട്ടാക്കി മാറ്റി. അത് സ്വാഭാവികമായിട്ടും ചിറ്റയൻകുമാറിനോട് താല്പര്യം കൊണ്ടല്ല, പക്ഷെ KK ഷാജുവിനെ പരാജയപ്പെടുത്താനുള്ള ആളുകളുടെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത്. പൂർണ്ണമായാണ് പറയുന്നില്ല. കാരണം KK ഷാജുവിന് നഷ്ടപ്പെട്ട ഏകദേശം 15,000 വോട്ടാണ്. പന്തളം സുധാകരൻ മത്സരിച്ച 11-ൽ നിന്നും 16-ലേക്ക് ഏകദേശം 15,000 വോട്ടിന്റെ കുറവാണ് KK ഷാജുവിന് പണ്ട് UDFിനുണ്ടായത്. അത് BJPക്ക് കൂടുകയും ചെയ്തു. BJP 6,000-ൽ നിന്ന് ഏകദേശം 25,000-ലേക്ക് വന്നു. അപ്പം ഒരു വളർച്ച BJPക്കാണ് ഉണ്ടായത്. അത് കൂടാതെ ഒരു 10,000 വോട്ടിന്റെ അഡീഷണൽ വോട്ടാണ് അന്ന് ശ്രീ ചിറ്റയൻകുമാറിന് 26,000 വോട്ടിനാണ് ജയിച്ചത്. എന്താന്ന് തോന്നാം. അപ്പൊ ആ വോട്ട് മാത്രമല്ല, BJPക്ക് യഥാർത്ഥത്തിൽ പാർലമെന്റ് ഇലക്ഷൻ ഇവിടെ 53,000 വോട്ട് പിടിച്ച സ്ഥലമാണിത്. ഈ അടൂർ അസംബ്ലി KS സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ
ശബരിമലയിലെ സമൂഹവികാസങ്ങൾ ഇന്ന് നടക്കുന്ന അതേ സമൂഹവികാസങ്ങൾ അന്ന് നടന്നതിന്റെ പശ്ചാത്തലത്തിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് എത്തിയ ഒരു നിയോജകമണ്ഡലമാണ് അടൂര്. അതേ സമയം ഞാൻ പറഞ്ഞു വന്നത് ചിറ്റയം ഗവൺമെന്റ് 10,000 വോട്ട് കൂടുതൽ കിട്ടി എന്നുള്ളത് വെക്കുമ്പോൾ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ പഴയ വോട്ട് സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. അതായത് മുൻപ് 2011 ഉണ്ടായിരുന്ന 62,000-63,000 വോട്ട് എന്നുള്ള നിലയിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം എം ജി കണ്ണൻ മത്സരിച്ചപ്പോൾ ആകെ വോട്ടിന്റെ കണക്കാണ് ഈ പറയുന്നത്. അതെ, ഞാൻ ആ നിയോജകമണ്ഡലത്തിൽ കെ ഷാജു പന്തളവും തെക്കേക്കരയും തുമ്പോളും മാത്രമായിരുന്നു മുമ്പ് പ്രതിനിധീകരിച്ചിട്ടുള്ളത്. ബാക്കി മണ്ഡലങ്ങളൊക്കെ അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മണ്ഡലമായിരുന്നു. സ്വാഭാവികമായിട്ടും പന്തളത്തുകാരാണ് പ്രതികരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, പന്തളത്തുകാർ പ്രതികരിച്ചതിന്റെ വലിയ ഇമ്പാക്ട് ആണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടുണ്ടായത്. മൊത്തത്തിലുണ്ടായത് വേറെ മറ്റൊരു വിഷയം. പക്ഷെ പന്തളത്തെ ഇപ്പം മുനിസിപ്പാലിറ്റി ആയിരുന്ന അന്ന് പന്തളം പഞ്ചായത്തിലെ ജനങ്ങൾ വളരെ വലിയ രീതിയിൽ UDF-നും LDF-നും വലിയ വോട്ട് വ്യത്യാസം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അന്ന്. പക്ഷെ അന്ന് വലിയ പ്രതികരണം ഉണ്ടായി. അതൊരു കാരണം ഈ വികസനം ഇപ്പത്തിന്റെ ഇല്ലായ്മ തന്നെയാണ്. അപ്പൊ അതേ പാറ്റേണാണ് ശ്രീ ചിറ്റയം കുമാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ പ്രഖ്യാപിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. ബഡ്ജറ്റിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു മിനി സിവിൽ സ്റ്റേഷൻ ഇവിടെ വന്നില്ല. ഈ ബൈപ്പാസിന് ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ പല വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചതല്ലാതെ ഒരു കാര്യം പോലും അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇത് രാഷ്ട്രീയമല്ല, തികച്ചും സത്യസന്ധമായ കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ MLA ഫണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്രമാത്രം വിനിയോഗിക്കാൻ കഴിയും എന്നൊന്ന് പറയാം. ആസ്തി വികസന ഫണ്ട് ഒരു വർഷം 5 കോടി രൂപയാണ് ഒരു MLA-ക്ക് ആസ്തി വികസന ഫണ്ടായി. 1 കോടി രൂപ MLA ഫണ്ട് ഇനത്തേക്ക് കിട്ടും. ഈ ഇനത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഈ പണക്ക് എവിടെ പോയി എന്ന് അന്വേഷിക്കേണ്ട ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇത് മണ്ഡലത്തിലെ മുഴുവനുള്ള കാര്യമാണ് പറയുന്നത്, പന്തളത്തെ മുഴുവനുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഇപ്പം ഒരു ഫയർ സ്റ്റേഷൻ കൊണ്ടുവരും, അടൂർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇന്ന് പോയി ആ ഫയർ സ്റ്റേഷന്റെ നിർമ്മാണം നടന്നിട്ടില്ല. അദ്ദേഹം പത്തനംതിട്ട ഈ നഗരത്തിന്റെ കൃത്യഭാഗത്ത് MLA-യുടെ ഫണ്ട്, MLA-ക്ക് 5 കോടി രൂപയുടെ ഫണ്ട് അദ്ദേഹം ചെയ്തില്ല. സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യം ചെയ്തില്ല. പന്തളത്ത് ഒരു ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് അനുവദിച്ച് മുമ്പ് അത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെ വലിയ കോലാഹലം ഉണ്ടാക്കി. ഇവിടെ അതൊരു പൗരസമിതിയായിട്ട് വിളിച്ചുകൂട്ടി അടിയന്തരമായിട്ട് സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ ഇത് സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി സ്ഥലം കണ്ടെത്തി പോകുന്നു. പക്ഷെ ഇന്ന് വരെ അദ്ദേഹത്തോട് ഫയർ സ്റ്റേഷൻ വന്നത് നോക്കുന്നില്ല. ഇന്നങ്ങനെ ഒരു ഫയലേ ഇവിടെ ഇല്ല. ഇല്ലാത്ത ഫയലിന് വേണ്ടി അദ്ദേഹം പൊള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വലിയ വിദഗ്ധനാണ്. അങ്ങനെയുള്ള മറുപടി അദ്ദേഹം പറയട്ടെ. നമുക്ക് താങ്കളുടെ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഇലക്ഷനും അതിന് മുമ്പിലെ ഇലക്ഷൻ 16, 21 നോക്കിക്കഴിഞ്ഞാൽ BJP-യുടെ സ്ഥിതി ഏകദേശം ഒരുപോലെ, വലിയ മാറ്റം ഉണ്ടായില്ല 2021-ലേതും 16-ലേതും. അപ്പം ഇനി എന്താ BJP-യെ വളർത്താൻ, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മാത്രം മാറ്റി വെക്കുമ്പോൾ BJP അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്താണ് നിങ്ങളുടെ ഒരു പ്ലാൻ? എന്താണ് അതിനൊരു തടസ്സം വന്നിരിക്കുന്നത്? എന്തായിരിക്കും അടുത്ത സ്ഥിതി? ഇപ്പോഴത്തെ BJP-യുടെ സ്ഥിതി പാർലമെന്റ് ഇലക്ഷൻ നോക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു സ്ഥിതി ഉണ്ട്. മാത്രമല്ല, ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കാൻ പോകും. 1 മാസം കഴിയുമ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകും. ആ ലോക്കൽ ബോഡി ഇലക്ഷനിൽ BJP-ക്ക് വലിയ ഒരു വിജയം സംസ്ഥാനത്ത് ആഗമനം ഉണ്ടാകും. ആ വിജയത്തിന്റെ ഭാഗം ഈ അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ വികസിത കേരളം എന്നുള്ളൊരു മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് വെറുതെ വെച്ചിരിക്കുന്ന മുദ്രാവാക്യമാണ്. കാരണം ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വികസിത ഭാരതം എന്നുള്ള ആ സങ്കല്പം ഇന്ന് നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കേരളവും വികസിതമാകണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളം വികസിപ്പിക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ താഴോട്ടുള്ള ജില്ല വികസിക്കണം, നിയോജകമണ്ഡലം വികസിക്കണം, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ വികസിക്കണം, വാർഡുകൾ വികസിക്കണം. അപ്പോൾ ഞങ്ങൾ വാർഡ് വികസനം മുതൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്ന ഒരു വലിയൊരു ആശയമാണ്. ഈ ആശയം തീർച്ചയായും സമരമല്ല BJP-യുടെ മുഖമുദ്രയുമ്പോൾ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം സംസ്ഥാനത്ത് എടുത്തിരിക്കുന്ന ഒരു പൊതു നയം വികസിത കേരളം എങ്ങനെ നടപ്പിലാക്കാം, ജനങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ എങ്ങനെ കൊണ്ടെത്തിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച ഇന്ന് യുവജനങ്ങളുടെ, രാഷ്ട്രീയമില്ലാത്ത ആളുകളുടെ, നാട്ടിൽ വികസനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിൽ വലിയ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വോട്ടായി തെരഞ്ഞെടുപ്പിൽ മാറും. കാരണം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ ഗവൺമെന്റ് കേരളത്തിൽ മാത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി.
അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. പിണറായി വിജയനും ഇടതുപക്ഷവും രാഷ്ട്രീയം പറയും, രാഷ്ട്രീയത്തിന് വേണ്ടി ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്ന്. പക്ഷെ അവരുടെ വികസന രേഖയുടെ ഒരു പതിപ്പ് നോക്കിയാൽ പോലും കാണാൻ കഴിയും. ഞങ്ങൾ ഇവിടെ കുറച്ച് രൂപ കൊടുത്തു, സ്ഥലം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് നാഷണൽ ഹൈവേ വന്നു. 6000 രൂപ ഒരു മുടക്കിയിട്ടുണ്ടെങ്കിൽ എത്രായിരം കോടി രൂപയുടെ നാഷണൽ ഹൈവേ ആണ് കേന്ദ്ര ഗവൺമെന്റ് പണിയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് തുടങ്ങി വെച്ചതും പൂർത്തീകരിച്ചതുമായ പദ്ധതികളല്ലാതൊന്നും ഒരു ബൃഹത് പദ്ധതിയും സംസ്ഥാന ഗവൺമെന്റ് പോലും അവകാശപ്പെടാൻ കേരളത്തിലില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമുള്ള ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്. ആ യങ്സ്റ്റേഴ്സിന്റെ ഫോക്കസ് തീർച്ചയായിട്ടും വികസനവും തൊഴിലും ഈ സംസ്ഥാനത്ത് തന്നെ നിന്ന്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് വോട്ടായി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 20 സീറ്റിലോളം BJP 1-2 സ്ഥാനത്തുള്ളത്. ചെറിയ വ്യത്യാസത്തിൽ ബാക്കി 30-35 സീറ്റോളം ചെറിയ വ്യത്യാസത്തിലാണ് 2ാം സ്ഥാനം നിട്ടത്. തീർച്ചയായും അത് ആ പ്രദേശങ്ങളിലൊക്കെ BJP വലിയൊരു മൂവ്മെന്റ് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിന്റെ പ്രതിഫലനം കാണാൻ കഴിയും. കാരണം 20% വോട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP ഇപ്പോൾ. നമുക്കറിയാം, താഴെ തട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. അടുത്ത ചുറ്റുകളോടെയുള്ള സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. സമരമല്ല BJPയുടെ ഇന്നത്തെ മുഖ്യ അജണ്ട. പക്ഷെ ആവശ്യങ്ങൾക്ക് വേണ്ടി പറയേണ്ടടുത്ത് പറയും, ചെയ്യേണ്ട സമരങ്ങൾ ചെയ്യുന്നു. എന്നാൽ രാജ്യത്തെ തൊഴിൽ മേഖല സ്തംഭിപ്പിച്ച് ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കുന്ന ഒരു നയം BJPക്കില്ല. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി പോലും സ്വന്തം മാതാവ് മരണപ്പെട്ടിട്ട് അല്പസമയം മാത്രം മാറ്റിവെച്ചു. അമ്മയോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ലോ. BJPയുടെ ഒരു പൊതു നിലപാടാണ്. BJPയുടെ ഒരു സ്ട്രെങ്ത് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും BJP പ്രധാനമായി കാണുന്ന 2 സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റികളിലൊന്നാണ് കേരളം. ഇവിടെ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്ത് BJPയുടെ ജനതയാണ് ഇവിടെ പന്തളം മുനിസിപ്പാലിറ്റി. എങ്ങനെ തോന്നുന്നു? താങ്കൾ പന്തളം സ്വദേശിയാണ്, നിങ്ങൾ ജീവിക്കുന്ന ആളാണ്. ഞാന് വളരെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ്. കാരണം ഞാനിവിടെ ജീവിക്കുന്ന ഒരാളെന്നുള്ളൊരു ഉപരി പന്തളം നഗരസഭയുടെ ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ കൂടിയാണ് ഞാൻ. ഇവിടെ നടക്കുന്ന ആസൂത്രണ പ്രക്രിയയിൽ മുഖ്യമായി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് നേരിട്ടറിയാം. പക്ഷേ ഇടതുപക്ഷവും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പന്തളം നഗരസഭയിൽ ഒന്നും നടത്തരുത് എന്നുള്ള വാശിയാണ് അവർക്ക് നിലവിൽ കഴിഞ്ഞ 5 വർഷക്കാലൂടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇന്നലെ ഒരു ഉദാഹരണം, ഏറ്റവും അവസാനത്തെ ഒരു സംഭവം, ഇന്നലെ ഒരു വികസന സദസ്സ് ഇന്നലെ നഗരസഭ സംഘടിപ്പിച്ചു. അത് നഗരസഭയുടെ മാത്രം പ്രോഗ്രാമല്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്. എല്ലാ നഗരസഭകളും പഞ്ചായത്തുകളും അവരുടെ തനത് കൊണ്ട് ഉപയോഗിച്ച് അവർ കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്ത് തീർത്ത പ്രവർത്തനങ്ങൾ അത് വീഡിയോ ആക്കി ജനങ്ങളിൽ എത്തിക്കുക. അതുപോലെ അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളാണ് മറ്റ് ഇതിന്റെ രംഗത്ത് നിന്നവരെ ആദരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഇന്നലെ ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്താണ്. എന്നെ ആസൂത്രണ ഉപാധ്യക്ഷൻ എന്നുള്ളത് എനിക്ക് ആദരവ് മൊബൈലൊക്കെ തന്നിരുന്നു. അപ്പൊ ഞാനതിനെ അവിടെ ചെന്നപ്പോൾ ആ സ്റ്റേജിൽ ഒറ്റ CPMന്റെ നേതാവിനെയാണ് കണ്ടത്. പക്ഷെ ആ പ്രശ്നം കഴിഞ്ഞപ്പോൾ അവിടെ തരുന്ന വീഡിയോ എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതും വിഴിഞ്ഞവും ഹൈവേയും ഉൾപ്പെടെ ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റിന് ആക്കി കാണിക്കാണെന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ നിസ്സഹകരണമാണ് ചൂണ്ടിക്കാണിച്ചത്. അല്ല, ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് വികസന സദസ് നടത്താൻ പഞ്ചായത്തിനോട് പറഞ്ഞത്, അല്ലെ നഗരസഭയോട് പറഞ്ഞത്. ആ പരിപാടിയിൽ പോലും പങ്കെടുക്കാനുള്ള മാനസികമായ ഉയർച്ച ഈ പന്തളത്തെ CPMന് ഉണ്ടായിട്ടില്ല. പിന്നെ കോൺഗ്രസോടെ രാഷ്ട്രീയം പറഞ്ഞ് ഈ കാര്യത്തിൽ മാറി എന്ന് പറയാം. പക്ഷെ നഗരസഭയിൽ ഒന്നും ചെയ്യരുതെന്നുള്ള ബോധമായ പ്രവർത്തനമാണ് CPMും കോൺഗ്രസും ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇല്ല, അവർ തടസ്സപ്പെടുത്തി എന്നുള്ളത് ശരിയാണെങ്കിലും അവർക്ക് അവരെ വിജയിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ അത് അസസ് ചെയ്യാൻ കഴിയും. പന്തളത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു ബറിയൽ ഗ്രൗണ്ട്, ഒരു ക്രിമറ്റോറിയം. അതിന് പ്രത്യേക ചില ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം, പല മതവിഭാഗങ്ങളിൽ പെടുന്നവർക്ക് പ്രത്യേക ശ്മശാനങ്ങളുണ്ട്, മറ്റ് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ചില ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞാൽ അവർക്ക് ഇപ്പം സ്വന്തം വീടിന്റെ മുറ്റത്ത് അത് സംസ്കാരം നടത്താൻ പോലും കഴിയാത്ത തരത്തിൽ ആളുകളുടെ വസ്തുക്കൾ കുറഞ്ഞിരിക്കും. പണ്ടൊക്കെ പാവപ്പെട്ടവർക്കായിരുന്നു, ഇപ്പൊ പാവപ്പെട്ടവരെന്നോ പണക്കാരോ എന്നോ വ്യത്യാസമില്ലാതെ മാറിയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടൊരു
ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടി തുടങ്ങിയ കാലം മുതൽ തന്നെ എതിർക്കാറുണ്ട്. പക്ഷേ BJP ആ എതിർപ്പുകളൊന്നും അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ടെൻഡർ ചെയ്യുന്ന നിലയിലേക്ക് അതായത് 1.5 കോടി രൂപയോളം ചെലവ് വരുന്ന ക്രിമിറ്റോറിയം സ്ഥാപിക്കുന്നതിന് ഫൈനൽ നടപടി സ്വീകരിക്കാൻ ഈ സംസദ് കഴിയുന്നത് വലിയ നേട്ടമാണ്. നമുക്കറിയാം, ചിറമുടി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലം കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു പ്രദേശമാണ്. പന്തളത്തെ എല്ലാ പ്രദേശങ്ങളും വീടുകളിൽ നിന്ന് കക്കൂസ് മാലിന്യം എടുത്താൽ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരു സംവിധാനം പന്തളത്തെ ജനങ്ങൾക്കും പന്തളത്തിലും കേരളത്തിൽ മുഴുവൻ ഉണ്ടെങ്കിലും പന്തളത്തും അത് വലിയ പ്രശ്നമായി. അതിന് പരിഹാരം മൊബൈൽ യൂണിറ്റ് വാങ്ങിച്ചു. 48 ലക്ഷം രൂപ മുടക്കി ആ മൊബൈൽ യൂണിറ്റ് വാങ്ങി. ഇനി ആരുടെ വീട്ടിലേക്കും ചെന്നാൽ അവിടത്തെ തന്നെ അത് എടുത്ത് അത് സെഗ്രിഗേറ്റ് ചെയ്ത് അത് ചെറിയ മാലിന്യം ഇതിനകത്ത് കാണത്തുള്ളൂ, അത് അവർ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യും. ബാക്കി വെള്ളമായിട്ട് മാറുന്നത് അവിടെ തന്നെ ടാങ്കിലേക്ക് ഒഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബൃഹത്തായ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത്. ഇത് ശുചീകരണ രംഗത്ത്, പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണ രംഗത്ത് പന്തളം മാർക്കറ്റിനകത്തുള്ള ശുചീകരണ പ്ലാന്റ് വലിയ മാലിന്യ കൂമ്പാരമായിരുന്നു. അത് മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി അത് ഗ്രീൻ കേരള മിഷൻ അത് നൽകി മാറ്റി അത് പണം കൊടുത്താണ് അവർ കൊടുക്കുന്നത്. അത് ചെയ്തു. പന്തളം ടൗണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുട്ടാച്ചാല് വർഷങ്ങളായിട്ട് അതുപോലെ അച്ചൻകോലാറ്റിൽ നിന്ന് പണ്ട് അത് നീരെടുക്കുണ്ടായിരുന്ന സ്ഥലം അത് അടയ്ക്കപ്പെട്ട ശേഷം പന്തളത്തെ മുഴുവൻ മാലിന്യങ്ങളും അടിഞ്ഞു കിടന്നൊരു സ്ഥലമാണ്. ആ മാലിന്യങ്ങൾ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. ഇപ്പൊ പന്തളത്തെ ട്രാഫിക് പ്രശ്നത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഇപ്പോഴുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ആ പ്രൈവറ്റ് സ്റ്റാൻഡ് അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു, അത് ഉദ്ഘാടനം ചെയ്യുന്നു. അതുകൊണ്ട് ട്രാഫിക് ഇല്ലാതാവും. ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു വണ്ടി വന്നാൽ പകുതി വന്നു കഴിയുമ്പോൾ പത്തനംതിട്ട റൂട്ടിൽ നിന്ന് മാവേലിക്കര റൂട്ടിലോട്ടുള്ള വണ്ടിയിൽ തിരിച്ചുള്ള വണ്ടികൾ ബ്ലോക്ക് ആവും. പത്തനംതിട്ട ടൗണിൽ അതിന്റെ ബ്ലോക്ക് വരും. എന്നിട്ട് പൂർണ്ണമായി ഒഴിവായി എന്നുള്ളതല്ല, പക്ഷേ ഭാഗികമായി ഒഴിവായിന്നല്ല. പമ്പ കടന്നാലും പന്തളം കിടക്കാൻ പറ്റില്ലെന്നാ പൊതുവെ പറയുന്നത്. അതെ, പക്ഷെ എന്നാലും ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് മാറി കിട്ടും. അതിപ്പോ നമ്മൾ അതുകൊണ്ട് ട്രാഫിക് എത്തിയില്ല, പരിഹരിക്കുന്നില്ല. അവിടെ ഫ്ലൈ ഓവർ ആണ് ഒരു വലിയ സാധ്യത ഉണ്ടാവുന്നത്. ഫ്ലൈ ഓവർ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പന്തളത്തെ ട്രാഫിക്കിന് ഒരു പരിഹാരം ഉണ്ടാവും. ഇപ്പൊ MLA പറയുന്ന ബൈപ്പാസ് റോഡ് പോലും ആ ട്രാഫിക്കിന് യാതൊരു പരിഹാരം ഉണ്ടാക്കുന്നതല്ല. ബൈപ്പാസ് എന്ന് പറയുമ്പം എന്തെങ്കിലും സ്റ്റെപ്പ് മുനിസിപ്പാലിറ്റിക്ക് തുടങ്ങിയാൽ സാധിച്ചു. നമ്മള് ഇപ്പം പ്രസാദം പദ്ധതി ഗവൺമെന്റ് ക്ഷേത്ര നഗരിയായി പ്രഖ്യാപിച്ചിട്ട് അതിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു DPR നഗരസഭ തയ്യാറാക്കി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരു ബൃഹത് പദ്ധതിക്ക് വേണ്ടി DPR തയ്യാറാക്കി അത് കേന്ദ്രഗവൺമെന്റ് കൊടുക്കും. നമുക്ക് ഗുരുവായൂർ പ്രസാദം പദ്ധതിയുണ്ട്. ഗുരുവായൂർ ആ ടൗൺഷിപ്പ് മുഴുവൻ കേന്ദ്രഗവൺമെന്റിന്റെ ആ പദ്ധതി പ്രകാരമാണ് ഇപ്പൊ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമ്മുടെ പന്തളത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ആ പ്രപ്പോസലിൽ നമ്മളൊരു കാര്യമാണ് ഈ മെഡിക്കൽ മിഷൻ ജംഗ്ഷൻ ആരംഭിച്ച് അയ്യപ്പൻ അമ്പലത്തിൽ എത്തുന്ന തരത്തിലുള്ള ഫ്ലൈ ഓവർ. അപ്പൊ ആ ഫ്ലൈ ഓവർ വരാത്തിടത്തോളം പന്തളത്തെ ട്രാഫിക്കിന് ഒരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് നമ്മൾ കാണുന്നു. അതുപോലെ ഈ നമ്മുടെ നാപ്കിൻ, പ്ലാസ്റ്റിക് മാലിന്യം, കുട്ടികളുടെയും ഡയപ്പർ പോലെയുള്ള മാലിന്യങ്ങൾ ഔട്ട് ചേംബർ ഇൻസുലേറ്റർ എന്നൊരു സംഭവം അത് സ്ഥാപിക്കുന്നതിനുള്ള നടപടിയായി അതും നമ്മുടെ നേരത്തെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനമുടിയിൽ ഒരു വിഷയമൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അത് അന്നൊരു ഒരു ശുചിത്വ പ്രശ്നം ചില സ്പോട്ടിൽ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അത് പറഞ്ഞെന്നുള്ള മാത്രമേ ഉള്ളൂ. അവിടെ സ്ഥാപിക്കാൻ തീരുമാനമൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് ഒരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാൻ പലരും ശ്രമിച്ചു. ഇതിപ്പോ നമ്മള് KSRTCയുടെ പുറകില്, കാരണം 5 ഏക്കർ സ്ഥലമാണ് പല സ്ഥലങ്ങളിലായി നഗരസഭയുടെ പേരിൽ അല്ലാതെ കിടന്നത്. ഈ ഭരണസമിതി ശേഷം അളന്ന് ചിട്ടപ്പെടുത്തി സർക്കാരിന്റെ അനുമതി വാങ്ങി സർക്കാരിന്റെ അനുമതിയോടുകൂടി മുനിസിപ്പൽ പ്രോപ്പർട്ടി ആക്കി മാറ്റി. ആ KSRTCയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മള് ക്രിമിറ്റോറിയം വരുന്നത്. അവിടെ ഒരു പാർക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഡബിൾ ചേംബർ ഫിൽറ്റർ. ഇപ്പൊ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ നേട്ടമാണ് പകർന്നുണ്ടായത്. ദേശീയ തലത്തിൽ 7000 കിടന്ന നമ്മളിപ്പം 700 വരുന്ന താഴേക്ക് വരുന്ന സ്ഥിതിയിലേക്ക് പന്തളം മാറി നഗരസഭ. അപ്പൊ ആ തരത്തിൽ അനവധി പദ്ധതി, ഞാനിപ്പോ ചെറിയ കുറെ പദ്ധതികളാണ് പറഞ്ഞത്. ഇപ്പൊ സാധാരണ ഇപ്പം അമൃത് പദ്ധതി പ്രകാരം 12 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി. ആ കുടിവെള്ള പദ്ധതി മാത്രമല്ല, സൗജന്യ കണക്ഷൻ കൊടുത്തു. അതുപോലെ കുളങ്ങളുടെ 20 കുളങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി അതിനെ സംരക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് അമൃത് പദ്ധതി 52 കോടി രൂപയുടെ പദ്ധതികളാണ്. അപ്പൊ അടുത്തൊരു ഇലക്ഷനെ നമ്മൾ ഫേസ് ചെയ്യാൻ 2025 അവസാനം ഡിസംബറിലേക്ക് പുതിയ ഭരണസമിതിയായി. എന്താ ഇനിയും ജനങ്ങളുടെ മുന്നിലേക്ക് പോകുന്നത്? എന്തായിരിക്കും അടുത്ത ഒരു 5 വർഷം? പന്തളത്തെ സംബന്ധിച്ചിടത്തോളം ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ടാകുന്നതിന് കാരണം
ഇവിടെ ഇപ്പോൾ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ട് നിലവിൽ. ആ മെഡിക്കൽ കോളേജിലേക്ക് മാത്രമേ പുറത്തുനിന്നുള്ള ആളുകളോട് വരികയുള്ളൂ. അല്ലാതുള്ള സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ട്രഷറി ഓഫീസ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആ സ്പെഷ്യലായിട്ട് ഒരു നാട്ടിൽ വേണ്ട മിനിമം സ്ഥാപനങ്ങളെ നിലവിൽ ഇവിടെ ഉള്ളൂ. അത് ഈ വന്ന ഭരണാധികാരികളും MLA-മാരും ആരും പന്തളത്തിന് വേണ്ട ഒരു പ്രായോഗികമായ തരത്തിൽ ഒരു വികസനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ല. ഇപ്പൊ അടൂരാണെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു പ്രൈവറ്റ് മേഖലയിൽ മെഡിക്കൽ കോളേജ് മാറി അടൂർ ടൗണിലല്ല, അത് വേറെ കോന്നി മണ്ഡലത്തിൽ വരും, ചായലോടെന്ന് പറയും. അപ്പൊ അങ്ങനെ കുറെ സ്ഥാപനങ്ങൾ ഒന്നുകൊണ്ട് കുറെ വ്യാപാര സ്ഥാപനങ്ങൾ, കുട്ടികൾ വരും, ആ വ്യാപാര സ്ഥാനങ്ങൾ രക്ഷപ്പെടും. ഇവിടെ അങ്ങനെ ഒരു പന്തളം NSS കോളേജ് അല്ലാതെ വേറൊരു കോളേജില്ല, അല്ലെങ്കിൽ ബി.എഡ് കോളേജ് അങ്ങനെ രണ്ടുമൂന്നൊക്കെ NSSന്റെ കാരുണ്യം കൊണ്ട് വന്ന സ്ഥാപനങ്ങളല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇവിടെ കാലാകാലങ്ങളിൽ ഇരുന്ന കോൺഗ്രസിന്റെ ആയാലും CPM-ന്റെ ആയാലും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധമായ ഡെവലപ്മെന്റ്സും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് പച്ച യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് പിടിച്ചു നിർത്തിയിരിക്കുന്ന LDF-നും UDF-നും ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കണമെങ്കിൽ പുതിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാവുക. നമുക്കറിയാം, ദേശീയ തലത്തിലുള്ള ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അതിന്റെ ഒരു പാറ്റേൺ ഇവിടെയും വരണം. അത് ജനങ്ങൾ ഇപ്പൊ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് പരീക്ഷിച്ച് കേരളം ഉണ്ടായ കാലം മുതൽ LDF-നെയും UDF-നെയും മാറി മാറി പരിശോധിച്ചും പരിഗണിച്ചും മുന്നോട്ട് വന്ന ജനങ്ങൾക്ക് ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പണ്ട് രാജാവിന്റെ കാലത്ത് ആരംഭിച്ച സ്ഥാപനങ്ങളല്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പൊ അവർ പറയും ഞങ്ങൾ കുറെ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് ആരംഭിച്ചെന്ന് പറയും. പക്ഷെ ആ മെഡിക്കൽ കോളേജിലെ രോഗിക്ക് കിടക്കാൻ കട്ടിലില്ല, രോഗിക്ക് കൊടുക്കാൻ മരുന്നില്ല, ഡോക്ടറില്ല, ഒന്നുമില്ലാത്ത നമ്മുടെ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പൊ ആ കോളേജൊക്കെ ദേശീയ മെഡിക്കൽ കൗൺസിലിന്റെ ദാക്ഷിണ്യം കൊണ്ട്, ഒരു ദയാദാക്ഷിണ്യം കൊണ്ട് നിലനിന്ന് പോവുക. അപ്പൊ അധ്യാപകരെ പോലും ഡോക്ടർമാരെ പോലും പോസ്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മാറുന്നൊരു സ്ഥിതി, ഒരു സാധാരണ ഒരു താലൂക്ക് ആശുപത്രിയുടെ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കുറെ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നേട്ടം ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ആ ജനങ്ങൾക്ക് നേട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ പരിഗണന ഇവിടെ സാമ്പത്തിക രംഗത്ത് ഗവൺമെന്റിന്റെ ഒരു നിഷ്ക്രിയത്വം, വേണ്ട തരത്തിലുള്ള ഒരു മുന്നൊരുക്കമില്ലായ്മ, ഇതൊക്കെ കേരളത്തിന്റെ വികസനത്തെ വളരെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ തന്നെ പുറകോട്ട് അടുപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞു പന്തളം ഒരു ക്ഷേത്ര നഗരിയാണ്. അങ്ങനെ പ്രഖ്യാപിച്ചില്ല പോലും പന്തളം ഒരു ക്ഷേത്ര നഗരി. നമുക്ക് പന്തളം സ്വദേശികൾക്ക് അയ്യപ്പനുമായി വരാത്ത ഒരു ആത്മബന്ധമുണ്ട്, സ്നേഹമുണ്ട്, ഭക്തിയുണ്ട്. ശബരിമലയിലെ വിഷയം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സ്വർണ്ണപ്പാളി മോഷണം ഉൾപ്പെടെയുള്ള വിഷയം ഇപ്പോൾ കോടതിയുടെ നേതൃത്വത്തിൽ കേരള പോലീസ് സ്റ്റേഷൻ നിങ്ങളെ നോക്കിക്കാണുന്നു. ഈ ഒരു അന്വേഷണത്തിലൂടെ എന്ത് സംഭവിക്കും, എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം? ഈ കേസിലെ പ്രതികളും അന്വേഷിക്കുന്നതും CPM-മായി ബന്ധപ്പെട്ട ആളുകളാണ്. ഓരോ ദിവസവും ഇതിന്റെ കാര്യങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട നാൾവഴികൾ പുറത്തോട്ട് വരുമ്പോൾ CPM-ന് അനവധി നേതാക്കന്മാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം കമ്മീഷണറും പോലെയുള്ള പ്രസിഡന്റായിരുന്ന ആളാണ് CN വാസു, അദ്ദേഹം കമ്മീഷണറുമായിരുന്നു. ഇങ്ങനെയുള്ള ആളുകളിലേക്ക് പേര് പുറത്തോട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ മോഷണ കേസാണ് എടുക്കേണ്ടത്. മോഷണ കുറ്റമാണ് ഉണ്ടാകുന്നത്. ഇതൊരു അഴിമതിയല്ല. അഴിമതി എന്ന് പറയുന്നത് ഒരു പ്രോജക്ട് നടപ്പിലാക്കി ഇപ്പം കുറെ പണമടിക്ക് മാറ്റി എന്നുള്ള അഴിമതി ആരോപണമോ, ഇത് അഴിമതി ആരോപണമല്ല. ഇത് നമ്മൾ വിസിബിളായി കാണുന്നത്. അയ്യപ്പന്റെ മുമ്പിലുള്ള ധാരമാലകരെ അവിടുന്ന് അഴിച്ചുകൊണ്ട് പോയി എന്നുള്ളത് വസ്തുതയാണല്ലോ. ഗവൺമെന്റും ആരും അത് നിഷേധിക്കുന്നില്ല. അത് സ്വർണം പൂശിയെന്നുള്ളത് ഗവൺമെന്റ് പറയുന്നുണ്ട്. ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടില്ല. അങ്ങനെ ഗവൺമെന്റ് പറയാൻ പറ്റില്ല. ശബരിമലയിൽ പോയാൽ നമുക്ക് ഒരു സാധാരണക്കാരനെ 18-ാം പടി കയറി അവിടെ ചെന്ന് തൊഴണമെങ്കിൽ എന്തുമാത്രം കടപ്പുകൾ നമ്മൾ കടക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് ഇത് മോഷ്ടിച്ചെങ്കിൽ എന്ന് മുഖ്യമന്ത്രിയും ഗവൺമെന്റും പറയുന്നുണ്ടെങ്കിൽ അത് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്ന മോഷ്ടിച്ചു എന്നുള്ളത് പരമാർത്ഥമല്ലേ? എന്നിട്ട് എന്ത് ഇനി രണ്ടാമത് ആരെങ്കിലും CBI വരേണ്ട ആവശ്യമുണ്ടോ? അവിടുത്തെ ദ്വാരപാലകന്മാരുടെ പാളി ഇളക്കിക്കൊണ്ട് പോയിരുന്നു. സ്വർണം വലിയ പോലുള്ള ആളുകൾ സ്വർണം പാളി അവിടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ നമ്മളിതൊക്കെ കണ്ടും കേട്ടിട്ടുള്ളവരല്ലേ, നമ്മളിതൊക്കെ കാണുന്നവരല്ലേ. അപ്പം ഈ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അവിടെ യഥാർത്ഥ മോഷണമാണ് നടന്നിരുന്നത്. നമുക്കറിയാം, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ തിരുവനന്തപുരത്ത് വീട്ടുവേലയ്ക്ക് ബിന്ദു, നമ്മളാരും മറന്നുപോയില്ല. ആ വീട്ടുകാരുടെ ഒരു സ്വർണ്ണമാല കാണാതെ പോയി. സ്വർണ്ണമാല കാണാതെ പോയപ്പം നിമിഷത്തിനുള്ളിൽ ആ സ്ത്രീയെ വിളിച്ച് പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് നമ്മളത് കണ്ടില്ലേ. 1 മണിക്കൂർ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉപ്പയിൽ നിങ്ങൾ ഒരു മാല കിട്ടി, ഇതാ കിട്ടി, ഇനി പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അതാണോ
ഇവിടെ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യസന്ധമായ കാര്യമില്ല. എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് നിലവിൽ ആദ്യത്തെ പ്രതി? പഴയ ആളുകളല്ല, പഴയ ആളുകൾ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യം ആരാണ് ഇപ്പോഴത്തെ നിലവിൽ പ്രസന്റ് കസ്റ്റോഡിയൻ, അവരെയല്ലേ പ്രതിയായിട്ട് ആദ്യം എടുക്കേണ്ടത്? അതായത് ദേവസ്വം വകുപ്പ് മന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റെയും മെമ്പർമാരെയും കമ്മീഷണറെയും സെക്രട്ടറിയും പ്രതിയാക്കി കേസെടുത്ത് അവരെ ജയിലിലടക്കി ആദ്യം ചെയ്യുന്നത്. അല്ലാതെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താ അവിടെ കാര്യം? ആരാണ് അദ്ദേഹം? കോൺട്രാക്ടറല്ല, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ മെമ്പറല്ല, അവിടുത്തെ ഒരു സ്റ്റാഫ് അല്ല. അപ്പൊ അങ്ങനെ ഒരാളുടെ ഇത് കൊടുത്തു വിട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരിക്കാനല്ലാതെ എന്താണ്? താങ്കൾ ഈ പറയുന്നതൊക്കെ വൈകാരികമായിട്ടാണ്. അല്ല, അഡ്വക്കേറ്റ് എന്ന നിലയിൽ നിയമപരമായി ഇവരിലേക്ക് ഇത് എത്തിക്കാൻ എന്താ കാരണം? നമ്മുടെ റിപ്പോർട്ട് പ്രകാരമാണ് എന്താ ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ പോയിട്ട് തന്നെ ആദ്യം ചോദിച്ചതാണ്, ഞാൻ അവിടുത്തെ കട്ടോട്ട് പോയതല്ല, എനിക്ക് തന്നാണെന്നാണ് അയാൾ ആദ്യം പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന് കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇത് വാങ്ങിക്കാനുള്ള റൈറ്റ് എന്താണ്? അതാണ് നമുക്ക് അറിയുന്നത്. അദ്ദേഹം കോൺട്രാക്ടറാണോ അല്ലെങ്കിൽ അവരുടെ മീഡിയേറ്റർ ആണോ? ഏതെങ്കിലും സ്പോൺസറാണ്. സ്പോൺസർ എന്ന് പറഞ്ഞാൽ സ്പോൺസറായിട്ട് തീരുമാനം എടുത്തായിട്ട് കാണുന്നു. ചുമ്മാ അദ്ദേഹം സ്പോൺസർ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ അതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ടാവും. ഇല്ലെന്ന് അദ്ദേഹം ഉള്ളതായിട്ട് ബോർഡ് പറയുന്നില്ലല്ലോ. ഇപ്പൊ പന്തളത്ത് ഒരു റോഡ് പണിയണം. റോഡ് പണിയണമെന്ന് പറയുമ്പോൾ ഒരാൾ പറയും ഞാൻ 5 ലക്ഷം രൂപ തരാം, എന്റെ വീടിന് മുന്നിലുള്ള റോഡ് പണിയണം. അദ്ദേഹത്തിന് പണിയാൻ പറ്റില്ല. ആ 5 ലക്ഷം രൂപ സ്പോൺസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നഗരസഭയിൽ അടയ്ക്കണം. നഗരസഭയിൽ എഞ്ചിനീയർമാർ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് നിയമപരമായി ടെൻഡർ ചെയ്ത് ചെയ്യാൻ പറ്റും. അതായത് ഒരു പബ്ലിക് പ്ലേസ് ആണ്. ആ പബ്ലിക് പ്ലേസിൽ ഒരു സ്പോൺസറിനെ ചുമ്മാതെ കിടന്നുകൊണ്ട് അങ്ങ് ചെയ്തു പോകാം എന്ന് പറയാൻ പറ്റില്ല. അല്ല, താലൂക്ക് മണ്ണ് വെട്ടിയിടുന്ന പോലല്ല ഇത്. ഈ വലിയ അമ്പലത്തില് സ്വർണ്ണപ്പാളികൾ എന്ന് പറഞ്ഞാൽ കിലോ കണക്കിന് സ്വർണ്ണം അവിടെയുണ്ട്. ആ സ്വർണ്ണമൊക്കെ കൊണ്ടുപോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അതിന് കൃത്യമായ നിയമവും കാര്യങ്ങളും ഉണ്ട്. ആദായി കൊടുത്ത് വിടാപ്പിന്നെ ഇത് ദേവസ്വം മാനുവൽ പറയുന്നുണ്ടല്ലോ. ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് ഏത് നിർമ്മാണ പ്രവർത്തനമാണെങ്കിലും അവിടെ വെച്ച് നടക്കണമെന്ന്. ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്നും ഇവരുണ്ടാക്കിയ ദേവസ്വം മാനുവല. ഗവൺമെന്റിന്റെ ദേവസ്വം മാനുവൽ പറയുന്നുണ്ട്. ഹൈക്കോടതി അതല്ലേ പറയുന്നത്. അപ്പൊ ആ ദേവസ്വം മാനുവൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ ഇയാള് ചെയ്തോട്ടെ, സ്പോൺസറെ തീരുമാനിച്ചോട്ടെ. അപ്പൊ ആഗോള അയ്യപ്പ സംഘം ഒന്നാക്കി സ്പോൺസർമാരെ കണ്ടെത്താൻ ആരെങ്കിലും കണ്ടെത്തി? നമ്മൾ കേട്ടില്ല, പത്രത്തിൽ കാണുന്നില്ല. 3.4 കോടി രൂപ ഒരാളെങ്കിലും കൊടുക്കാനാണെന്ന് സർക്കാർ കോടതി മുമ്പിൽ കള്ളം പറഞ്ഞിരിക്കുക. കോടതി പറഞ്ഞത് ഞങ്ങൾ 1 രൂപ പോലും ദേവസ്വം ബോർഡ് എടുക്കില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പൊ വാ തുറന്ന കള്ളം മാത്രം പറയുന്ന ഒരു ഗവൺമെന്റും CPM കേരളത്തിലുണ്ടാവും. അവരിതും ചെയ്യും, അതിന് അപ്രൂവ് ചെയ്യും. ഇപ്പം ഹരിവരാസനം പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വർണം പോലും ഇല്ല എന്നുള്ള നിലയിലേക്ക് വന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. നീ ഇത് ശബരിമല മാത്രമുള്ള വിഷയമല്ല. ഇതിപ്പോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രത്യേകിച്ച് മലബാറായാലും പിന്നെ മറ്റൊരു ദേവസ്വം, കൊച്ചിൻ ദേവസ്വം ബോർഡും ഒക്കെ ഉണ്ട്. ഈ ബോർഡില് പല ക്ഷേത്രങ്ങളിലും മോഷണം നടന്നിട്ടുണ്ടെന്നുള്ളത് ഓരോന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഹിന്ദു വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ഈശ്വരന്മാരെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കഴിയുന്ന കാര്യത്തിൽ പോലും നിരീശ്വരവാദിയായി ആളുകൾ CPM. കാരണം അവർ നിരീശ്വരവാദികളായതുകൊണ്ട് ദൈവത്തിനോട് വിശ്വാസമില്ലാത്തവരാണ്. ആ വിശ്വാസമില്ലാത്ത ആളുകൾ വിശ്വാസികളുടെ അവരുടെ അവകാശങ്ങളെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അത് പഴയ കാലത്തൊന്നും CPM നേരിട്ടൊന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റൊന്നും എടുക്കില്ല, കടകക്ഷിക്ക് കൊടുത്തത്. ഇപ്പൊ നേരിട്ടെടുക്കുക. കാരണം ഇതിന്റെ രുചി മനസ്സിലായി. എന്ത് കള്ളത്തരം കാണിക്കാമെന്ന്. ഇപ്പൊ തന്നെ നമ്മുടെ ആറന്മുളയിൽ നിന്ന് ആചാര്യങ്കർ, ആറന്മുളയിൽ നിന്ന് നടന്ന് മന്ത്രി വാസവൻ എന്തിനു തിരക്കായിരുന്നോടെ ഒന്ന് സദ്യ ഉണ്ടാൻ. ഭഗവാന് വേണ്ടി ഉണ്ടാക്കുന്ന ആറന്മുള സദ്യ ഭഗവാനോട് അദ്ദേഹത്തിന് അറിയാത്തതാകാമെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരല്ലേ ചെയ്തത്. അദ്ദേഹം കഴിച്ചു, ശരി, അദ്ദേഹത്തിന് അറിയത്തില്ല, ഞാൻ ആ വാദം ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പം മന്ത്രി വാസവൻ നിരീശ്വരവാദി, അദ്ദേഹം പരസ്യമായി അമ്പലങ്ങളിൽ പോയിട്ടുണ്ടാവില്ല, രഹസ്യമായി പോകാണ്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും രഹസ്യമായിട്ട് അമ്പലം പോകുന്നു. പക്ഷേ അവിടെ എനിക്ക് ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. ഇവിടെ അവർക്കറിയാമല്ലോ, അവർ ഈ ആചാരങ്ങൾ പാലിക്കാൻ ബാധിതപ്പെട്ട ആളില്ല ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥന്മാർ. ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നതിനപ്പുറം BJP എന്ത് നടപടിയാണ് എടുക്കുന്നത് ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ? ഇനിയും മോഷണമായി ഇപ്പൊ ഞങ്ങൾ ചെയ്തതും ഗവൺമെന്റ് ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് നമുക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ രേഖസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന് നിരവധി സമരം. ഇന്നിപ്പോ മംഗളാപുരത്ത് ശബരിമലയുടെ നിയന്ത്രണം മൊത്തത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അല്ല, അങ്ങനെ അതിന്റെ ചില നിയമ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് അതിനകത്തുണ്ട്. നമ്മള് പിന്നെ കണ്ടടച്ച് ഒളിപ്പിക്കാനൊന്നും പറ്റില്ല. ഒരു ഫെഡറൽ സംവിധാനം എന്നുള്ള നിലയിൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും? പക്ഷെ ഇതിപ്പോ ഇന്റർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഈ മോഷണം പോയിട്ടുണ്ട്. ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇവിടെ കർണാടകയിലും ഇവിടെ പല സ്ഥലങ്ങളിലും പോകുന്നു. ആന്ധ്രയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ പാളി കൊണ്ടുവന്ന് വെച്ച് കാണിക്കുകയും പൂജ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു
പല സ്റ്റേറ്റുകളിൽ വന്നിട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും CBIയുടെ അന്വേഷണത്തിൽ മാത്രമേ ഇതിന് തെളിയിക്കപ്പെടാൻ കഴിയൂ. പിന്നെ കേരളത്തിലെ ഗവൺമെന്റിന്റെ പോലീസിന് ഇത് അന്വേഷിച്ചാൽ ഒരിടത്ത് എത്താൻ കഴിയില്ല. കാരണം അവരുടെ കൈകൾ വിലങ്ങ് വെച്ചിരിക്കുകയാണ് പാർട്ടി. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇതിപ്പം കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം തിരുവനന്തപുരത്ത് നടന്നു. ഇപ്പം ഇന്ന് വലിയ സമരമായിരുന്നു. ഈശ്വരവിശ്വാസികളായ മഹിളാ മോർച്ചയുടെ BJPയുടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ വലിയ സമരമാണ് ഇന്ന് നടത്തിയത്. വരാൻ പോകുന്ന ദിവസത്തിൽ താഴെ പഞ്ചായത്ത് തലത്തിൽ വരെ നാളെയും മറ്റന്നാളുമായി സമരം നടക്കുന്നുണ്ട്. മണ്ഡല തലത്തിൽ സമരങ്ങളുണ്ട്. ഒരു വലിയ പ്രക്ഷോഭ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്ത് ഈ വിശ്വാസികളുടെ കയ്യിൽ ക്ഷേത്രഭരണം കൊടുക്കണം എന്നുള്ള ഒരു വലിയ പോയിന്റ്, ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇപ്പം ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായി തന്നെ പാർട്ടി ചെയ്യും. മറ്റൊരു വിഷയം ചർച്ച ചെയ്താൽ എറണാകുളത്ത് സെന്റ് റീത്താസ് സ്കൂളിൽ നടന്ന ഹിജാബ്, അതിൽ സംഭവിച്ചത് വിശ്വാസം മാത്രമാണോ അതോ അതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെന്നാണ്? ഇല്ല, നമുക്ക് കാണാൻ കഴിയുന്ന വാർത്തകളിൽ കൂടിയും ഒക്കെ കണ്ടതും കേട്ടതും മനസ്സിലാക്കാനാണെങ്കിൽ SDPIയുടെ രാഷ്ട്രീയമാണ് അവിടെ മുന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. ആ SDPIക്കെതിരായിട്ട് ഒരു വാക്ക് പോലും പറയാൻ നട്ടലില്ലാത്തൊരു കോൺഗ്രസിന്റെ MP IB ഈഡൻ, അദ്ദേഹത്തിന്റെ വാർത്തകളൊക്കെ നമ്മളൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ TV കണ്ട ആളാണ്. അവിടെ BJPയോ RSSോ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ല. ഒരു ഘട്ടത്തിലും ആ ഹിജാബിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രഹസ്യമായോ പരസ്യമായോ കോടതി മുഖാന്തരമോ പോലീസ് സ്റ്റേഷനിലോ എവിടെയും ആരും പോയിട്ടില്ല. അത് ആ സ്കൂളിൽ നടന്ന ഇഷ്യൂ. ആ സ്കൂളിന് അവർക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് ആ ഹിജാബ് ധരിച്ചു വരാൻ പാടില്ലായിരുന്നു സ്കൂളിൽ നിന്ന് പറഞ്ഞു. പക്ഷെ ആ സ്കൂളിലേക്ക് ആ കുട്ടിയെ കൊണ്ട് വന്നപ്പോൾ പിതാവിനോടൊപ്പം വേറൊരു SDPIയുടെ നേതാവും കൂടി അവിടെ എത്തി എന്ന് സ്കൂളിലെ സിസ്റ്റർമാർ തന്നെ പറയുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. അപ്പം കേരളത്തിൽ അനാവശ്യമായ വർഗീയത ഉണ്ടാക്കി, സമരങ്ങൾ ഉണ്ടാക്കി, ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി SDPI പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുമ്പോൾ കോൺഗ്രസും CPIയും അതിന് കൂട്ടുനിൽക്കുക. അതുകൊണ്ടാണല്ലോ മന്ത്രി ശിവൻകുട്ടി അവിടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞ ശേഷവും അദ്ദേഹം ഒരു തിട്ടൂര് പറക്കിയത്. ഒരിക്കലും ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പല കുറിക്കാം, അല്ലെങ്കിൽ അഭിപ്രായം പറയാമെന്നുള്ളതല്ലാതെ ഗവൺമെന്റിന്റെ തീരുമാനമാണെങ്കിൽ DDയുടെയും DOയുടെയും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരുടെയും തീരുമാനത്തിന് വിധേയമായി ഗവൺമെന്റ് ഉത്തരവിറക്കണം. അങ്ങനെ ഉത്തരവിറക്കില്ലല്ലോ. അപ്പം കലക്കൊള്ളത്തിൽ വിളിക്കുക. എല്ലാം കൊണ്ടും BJPയാണ് ഇവിടെ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം മന്ത്രി സോമുഖിയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അതേസമയം നടന്നു. ഇതാണ് ഇവിടെ നടന്നത്. കാരണം ഇവർക്ക് രണ്ടു കൂട്ടർക്കും SDPIയുടെ വോട്ട് വേണം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDPI പരസ്യമായി കോൺഗ്രസ് വോട്ട് ചെയ്താണല്ലോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം MLA ആയിരുന്നു. അപ്പം അവർക്ക് പ്രസംഗിക്കുന്നു മതേതരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, പക്ഷെ പ്രവർത്തനത്തിലെല്ലാം മതേതരത്തിന് യാതൊരു മാന്യതയും കൊടുക്കാത്ത സമീപനമാണ് കേരളത്തിൽ CPIയും കോൺഗ്രസും പാർട്ടിയും ചെയ്യുന്നത്. BJPയിലേക്ക് തിരിച്ചു വന്നാൽ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം ശ്രീ K സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള BJP കേരളത്തിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചു പല തരത്തിൽ. ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഒരു നേതൃത്വത്തിലേക്ക് വന്നു. പുതിയ കമ്മിറ്റി ചാർജ് എടുത്തതിനു ശേഷം എന്താ പുതിയ സ്ട്രാറ്റജി? എങ്ങനെയാണ് കൂടുതലായി 26 അല്ലെങ്കിൽ 31 എന്ത് വിഷനിലേക്കാണ് മുന്നേറുന്നത്? ഇപ്പൊ ഞങ്ങൾ വിഷൻ 25 എന്ന നിലയിലാണ് വികസിത കേരളം. ആ വികസിത കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഇപ്പൊ നിലവിലെ ഏറ്റെടുത്തത്. കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീ സുരേന്ദ്രൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഇതേ പാറ്റേണിൽ നിന്നുള്ള പ്രവർത്തനം തന്നെയാണ് നടന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് 20% വോട്ടുള്ള പാർട്ടിയെ കഴിഞ്ഞ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും സുരേഷ് ഗോപിയെ പോലെ ഒരു MBA BJPക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അതിനുശേഷം വരുന്ന പ്രസിഡന്റ് അത് തുടർച്ചയാണ്. പ്രസിഡന്റിന്റെ കമ്മിറ്റിയിൽ തുടർച്ച. ചില ആളുകൾ അങ്ങോട്ടേക്കും മാറുന്നത് ഒഴിച്ചാൽ ഇതിനകത്തുള്ള ഭാരവാഹികളും പ്രവർത്തകരും എല്ലാം പഴയത് തന്നെയാണ്. പിന്നെ പുതിയ ആളുകൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ BJPയിലേക്ക് അംഗത്വം വരുന്ന ഒരു സാഹചര്യം. ഇപ്പൊ കഴിഞ്ഞ നാളെ അതായത് 150ഓളം SN വിഭാഗത്തിൽപ്പെട്ട പ്രമുഖര് എറണാകുളത്ത് പാർട്ടിയിലേക്ക് ചേർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഒരു സംവിധാനമാണ്. അദ്ദേഹം ഒരു പ്രസിഡന്റ് വരുമ്പോൾ സ്വാഭാവികമായി ആ പ്രസിഡന്റിന് ചില കാര്യങ്ങളിൽ വ്യക്തിപരമായ ചില നയ രൂപീകരണമൊക്കെ ഉണ്ടാവും. പക്ഷെ ബേസിക് ആയിട്ടുള്ള പാർട്ടിയുടെ നയം പ്രവർത്തനവും ശൈലിയും ഒക്കെ ദേശീയ തലത്തിലുള്ളതാണ്.
അത് കൃത്യമായി നടക്കുന്നുണ്ട്. ഞങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് തന്നെ ഞങ്ങൾ താഴെ എത്തി. ഇപ്പൊ തന്നെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 5 അംഗ വികസിത ടീം ഒരു വാർഡ് ഞങ്ങൾ രൂപീകരിച്ചു. വികസിത ടീം വാർഡ് കമ്മിറ്റിയാണ്. വികസിത ടീം ആ വാർഡിലെ വികസനം എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി വികസിത ടീമിനെയാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ 5 പേരാണ് ഒരു വാർഡില്, 7 പേരുണ്ട്. പിന്നെ ഔട്ട്റീച്ച് നടക്കുന്നു. വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കം നിരന്തരം നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ താഴെ തട്ടിൽ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. ലഘുലേഖകളുമായി എല്ലാ വീടുകളിലും സമ്പർക്കം നടന്നിരിക്കുകയാണ്. ആ സമ്പർക്കത്തിനൊപ്പം ഞങ്ങളുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ചെലവേക്കായിട്ട് ഫണ്ട് കളക്ഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഈ ഉപരിവിപ്ലവമായി സ്റ്റേജിനകത്ത് 10-100 പേരെ വിളിച്ച് കയറ്റി നിർത്തി ആളുകളുടെ മുമ്പിൽ കാണിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വാർത്തകൾ വരുന്ന ഏക പത്രം ജന്മഭൂമിയാണ്. വേറെ ഇപ്പൊ കോൺഗ്രസിന്റെ അവിടെ ഒരു വാർഡില് ഒരു ചെറിയ കാര്യം നടന്നാലും ചില പത്രങ്ങളിൽ പ്രത്യേക വലിയ അക്ഷരം തയ്ച്ചു. ആ ഒരു പത്രം വായിച്ചു കഴിഞ്ഞാൽ ആ ഭീഷണ പത്രത്തെക്കാട്ടിൽ വലിയ ഭീഷണിയെ കൊണ്ടോ എനിക്കറിയില്ല, അതിനെക്കാട്ടിൽ വലിയ വാർത്തകളാണ് ആ പത്രത്തിൽ. നമ്മൾ പത്രങ്ങളും മീഡിയയും ഒക്കെ എല്ലാവരും കോർണർ ചെയ്തുകൊണ്ട് BJPയെ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി ജനങ്ങളിലേക്ക് ഞങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും എത്തുന്നുണ്ട്. ആ എത്തുന്നത് തീർച്ചയായിട്ടും അത് വോട്ടായി തന്നെ വരും, അത് സംശയം. പക്ഷേ പുതിയ കുട്ടികൾ, പ്രത്യേകിച്ചും നമ്മൾ ഈ ജെൻസി എന്ന് വിളിക്കുന്ന ഇപ്പോൾ വോട്ടേഴ്സിലേക്ക് വന്ന 20 വയസ്സിനടുത്ത് പ്രായമുള്ള അവരെ ആകർഷിക്കണം. അവരുടെ ലോകം എന്ന് പറയുന്നത് മറ്റൊരു ലോകമാണ്. AI ടെക്നോളജിയും ഒക്കെയാണ് മറ്റൊരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. അവരെ ആകർഷിക്കാൻ ഈ നടപടികൾ മതി. അല്ല, അവരെ ആകർഷിക്കാനുള്ള നടപടികൾ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഈ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നടപടികൾ മാത്രം അവരെ ഒന്ന് അറിയിച്ചാൽ മതി. അതിന് ഞങ്ങൾ വാർഡ് തലത്തിൽ സോഷ്യൽ ഗ്രൂപ്പുകളുണ്ട്. 23 വയസ്സിൽ താഴെയുള്ളവർ ഞങ്ങളുടെ ഈ റിസർച്ച് ടീമിലേക്ക് അഡീഷണൽ ആയിട്ട് മെമ്പറായിട്ടുണ്ട്. 23 വയസ്സ് വരെയുള്ളവർ പുതിയ വോട്ടർ ലിസ്റ്റിൽ വരും. കാരണം കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന വോട്ടർ പട്ടികയാണ്. അന്ന് 17 വയസ്സുള്ള ആൾക്ക് വോട്ടർ പട്ടിക പേര് വരുന്നില്ല. അവരിപ്പോൾ 23 വയസ്സായി. അവർ ഉൾപ്പെടെയുള്ളവരാണ് വോട്ടർ പട്ടികയിലുണ്ട്. അത്തരം ആളുകൾ ഞങ്ങൾ ഈ വികസിത ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വാർഡ്. അപ്പൊ അവരുടേതായിട്ടുള്ള അവരുടെ മിഷൻ ആ മേഖലയിലുള്ള ആളുകളെ അവര് നോക്കും, അവരവരെ അറിയിക്കും. അപ്പം AI കാര്യം പറഞ്ഞാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെക്കാൾ സസൂക്ഷ്മം പരിശോധിക്കപ്പെടുന്ന ആളുകളാണ് യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അവരിതെല്ലാം നമ്മൾ പറയണ്ട. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ മകൻ, ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവർ ഈ സോഷ്യൽ മീഡിയയിൽ അവർക്ക് കിട്ടുന്നത് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിളായിട്ട് എന്റെ മകനായിരുന്നു പറഞ്ഞല്ലോ, എക്സാമ്പിളായിട്ട് പറഞ്ഞപ്പോ അവരൊക്കെ ഇതിനകത്ത് വളരെ വ്യാപൃതരാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്കറിയാം, +2 കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോവുക, അവർക്ക് രാഷ്ട്രീയത്തിനുള്ള ഒരു ഇടമില്ല. ഇപ്പോൾ അവരൊക്കെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ത്യയിൽ. ആ പ്രതിഭാസം ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഭരണം താഴെ തട്ടിൽ വരെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് പല സ്റ്റേറ്റുകളിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലും സംഭവിക്കും, ഒരു സംശയം വേണ്ട. അത് BJPയിലേക്കുള്ള വലിയ ഒഴുക്കൽ അത് സംഭവിക്കാൻ പോകുന്ന കാര്യം. സുരേന്ദ്രൻ നമുക്കറിയാവുന്ന 2 MLA-മാരുണ്ടായിരുന്ന ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു, പെട്ടെന്നല്ലേ അധികാരത്തിൽ വന്നു. കാരണം ജനങ്ങൾ മനസ്സിലാക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അഴിമതി രഹിതമായ ഒരു ഗവൺമെന്റ്, അതാണ് പ്രധാനം. ഈ മോദി ഗവൺമെന്റിനെ കുറിച്ച് ഏതെങ്കിലും ഒരു അഴിമതി പ്രതിപക്ഷ നേതാവ് പറയാൻ കഴിയും? അദ്ദേഹം ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുക. ആദ്യം പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാവും, BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാവും, റിസർവേഷൻ പോകും, എല്ലാം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അത് ടച്ച് പിടിക്കാതെ ഒന്നും അദ്ദേഹം പറഞ്ഞു EVM മെഷീന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. ഈ ജയിച്ച അവരും EVM മെഷീൻ ജയിച്ചവരാണ്. ആ മെഷീൻ അത് ജനങ്ങളാരും അംഗീകരിക്കാതെ വന്നപ്പോ ഇപ്പൊ പറയുന്നത് വോട്ട് ചോദിച്ചാൽ വോട്ട് ചെയ്യും. ഈ നമ്മൾ കേരളത്തിൽ മാത്രം ഒന്ന് എടുത്ത് പരിശോധിക്കുക. രാഹുൽ ഗാന്ധി പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്? ഓരോ ബൂത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പ്രതിനിധി ബൂത്ത് ലെവൽ ഏജന്റായിട്ട് ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരത്തോടുകൂടി. അതൊരു കള്ളയോടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അധികാരമൊക്കെയുണ്ട്. അതല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനുള്ള അവകാശമൊക്കെയുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇലക്ഷൻ കമ്മീഷന് എല്ലാ നിയമങ്ങളും നിലവിലുള്ളപ്പം അതൊന്നും പാലിക്കാതെ, അതൊന്നും ചെയ്യാതെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ ഇറങ്ങിയേക്കാണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ 244 BJP കിട്ടുന്നുണ്ട് MPമാര്. ഈ പറയുന്ന സംവിധാനം 350 ഏൽപ്പിച്ചാൽ പോരാ. ഇതിനകത്തൊരു അർത്ഥമില്ലാത്ത കാര്യമില്ല. ജനങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം പറയുന്നു.
ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയം പറയുന്നില്ലല്ലോ. ഈ പ്രതിപക്ഷം കോൺഗ്രസ് ആയാലും CPM ആയാലും ദേശീയ തലത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന വിഷയം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ഒന്നുമില്ലെങ്കിൽ പറയാം അദാനി അംബാനി ടാറ്റ ബിർള. പണ്ട് CPM മുതലാവും ടാറ്റയ്ക്കും ബിർളയ്ക്കും സുന്ദരാവതിക്കും നിൽക്കുമായിരുന്നു. പാവപ്പെട്ടവർക്ക് അറിയത്തില്ല ആരാ ടാറ്റ ബിർള. ഇപ്പം എല്ലാവർക്കും അറിയാം ടാറ്റ ആരാ, ബിർള ആരാ, അദാനി ആരാ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും പറയും. പണ്ടൊക്കെ നമ്മളത് CPM ഏറ്റവും വലിയ മുദ്രാവാക്യം ടാറ്റയ്ക്കും ബിർളയ്ക്കും. അവരുടെ അദാനി കോട്ട CPM ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പിണറായി വിജയൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിൽ അദാനിയുടെ കോട്ട വിഴിഞ്ഞം കോട്ടെന്ന് പറയുന്നത്. ഇപ്പം അങ്ങനൊന്നും പറഞ്ഞില്ല. രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ സമ്പദ്ഘടന ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യത്തിൽ നമുക്ക് ഈ PPP എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റുകൾ പാർട്ടിസിപ്പേഷൻ വേണം, പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ വേണം. അതൊക്കെ രാജ്യത്തിന് പുരോഗതിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് സാമ്പത്തിക രംഗത്ത് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അടുത്തൊരു വ്യക്തിപരമായ ചോദ്യം മാത്രം പന്തളം പ്രതാപൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ സുരക്ഷിത ഓർമ്മ എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്? എന്താണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യം? അല്ല, നിങ്ങൾക്കറിയാം, ഞാൻ പണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, നമ്മുടെ ഈ മതേതത്വം ഒക്കെ പറയുമ്പോൾ അത് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉണ്ടാവും. എല്ലാ വിഭാഗം ജനങ്ങളെ ഒരുപോലെ കാണുമ്പോഴേ, എല്ലാ മതവിഭാഗങ്ങളെ ഒരുപോലെ കാണുമ്പോഴേ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴേ അത് പ്രാവർത്തികമാകുന്നു. പക്ഷെ അത് കോൺഗ്രസ് അതല്ല. ആ ഒരു തിരിച്ചറിവ് ചില പ്രത്യേക താല്പര്യങ്ങളാണ് ഉള്ള മനസ്സിലുള്ളത്, പ്രവർത്തികമാകുന്നത്. ഇപ്പോഴും നമുക്കറിയാം, ഓരോ ഇഷ്യൂസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ കോൺഗ്രസിന് നല്ല ആശയങ്ങൾ തന്നെയാണ് ആയിരുന്നു. പക്ഷെ ആശയങ്ങളൊന്നും ഇന്ന് പ്രാവർത്തികമാക്കത്തില്ലെന്ന് മാത്രമല്ല, അതിൽ നിന്ന് വ്യതിചലിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലേക്ക്, ചില മത വിഭാഗങ്ങളെ പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറി. അത്തരം ഒരു സാഹചര്യത്തിൽ ആ കോൺഗ്രസുമായി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് 100% ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ബന്ധം ഉപയോഗിച്ചിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലെ അംഗങ്ങളുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വലിയ ആക്ഷേപമൊക്കെ പറയും, ഇത് ഹിന്ദുത്വ പാർട്ടിയാണ്, ഹിന്ദുക്കൾക്ക് മാത്രമേ രക്ഷയുള്ളൂ, പ്രത്യേകിച്ച് പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ അടിച്ചമർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RSS BJP എന്നൊക്കെ വലിയ പ്രചരണങ്ങളാണ് ഇന്ത്യയിലാകമാനം മൊത്തമിരിക്കുന്നത്. ഇപ്പം ഡോക്ടർ അംബേദ്കറുടെ കാര്യമൊക്കെ പറയുകയാണ്. ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ആളാണ്. ആ ഡോക്ടർ അംബേദ്കറെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ്സാണ്. ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് ബോംബെ മത്സരിച്ചപ്പം അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ രഹസ്യമല്ല, പരസ്യമായി SI ഡാങ്കി അന്നത്തെ CPI എന്ന് കമ്മ്യൂണിസ്റ്റ് ഒരു പാർട്ടിയുള്ളൂ. നെഹ്റുവോട് ഒന്നിച്ചാണ് അവിടെ പ്രവർത്തിച്ച് അദ്ദേഹത്തെ തോപ്പിച്ചത്. അവർ നിന്ന് ആ ഡോക്ടർ അംബേദ്കർ പറയാനുള്ള അവകാശമില്ല. ഡോക്ടർ അംബേദ്കർക്ക് മത്സരിച്ച് ജയിക്കാൻ സീറ്റില്ലാതെ വന്നപ്പോ അന്നത്തെ കാലത്ത് അന്ന് BJP അല്ല, ആ സംഘവും ജനസംഘവുമായി ബന്ധപ്പെട്ട ഒരു സീറ്റ് അദ്ദേഹത്തിന് നൽകിയാണ് അദ്ദേഹത്തിന് രണ്ടാമത് തിരിച്ചു വരാൻ കഴിയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പശ്ചിമ ബംഗാളിലായിരുന്നു ആ ഭാഗം കൂടി വിഭജനത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ പുറത്തു അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക വിഭാഗമുണ്ടോ മുന്നോക്ക വിഭാഗമുണ്ടോ ദളിതത്തോളം വ്യത്യാസം ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതുപോലെ RSSന്റെ സമീപനവും തന്നെയാണ്. എനിക്ക് 100% അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സംഘടനകളിൽ പോയാൽ നമുക്ക് നാളെ ഒരു MLA ആകുക, MP ആകുക എന്നുള്ളതിനെ ഉപരിയായി ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധിയാകുക എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നാളെ ആകാം, ആകാതിരിക്കാം. പക്ഷെ രാഷ്ട്രീയത്തിൽ ഒരു സത്യസന്ധത പുലർത്താൻ കഴിയുന്ന, ഒരു ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയുന്ന, കപടത ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നോട്ട് പോയി നാളെ MLA ആകാനോ MP ആകാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഒരു നിരാശയും എന്നെ സംബന്ധിച്ചില്ല. കാരണം നമുക്ക് ചെയ്യുന്ന ജോലിക്ക് നന്നായി ആളുകൾ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, റെക്കഗ്നൈസേഷൻ, അക്കൗണ്ടബിലിറ്റി, അത് അച്ചടക്കവും. അപ്പൊ അത് വളരെ നമുക്ക് സദാനന്ദ മാഷ് BJPയുടെ ഒരു മുഖമാണ്. അദ്ദേഹം MP ആയി. ജോർജ് കുര്യൻ അദ്ദേഹം MP ആയി, മന്ത്രിയായി, ആരെങ്കിലും പ്രതിഷ്ഠാണ്. അപ്പൊ ഈ പാർട്ടിയിൽ അങ്ങനെയുള്ള വിഭാഗീയതയോ വേർതിരിവോ ഇല്ല, പ്രവർത്തിക്കുന്നവരെ അവർക്ക് അംഗീകാരം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അതുകൊണ്ട് ആളുകളിൽ എനിക്ക് കിട്ടാവുന്ന സാധ്യതകൾ ഉണ്ടാകുമ്പോൾ BJP ആരോട് ഞാൻ പോയി ശുപാർശ ചെയ്യാതെ തന്നെ എന്നെ പരിഹരിക്കും എന്ന് ഈ പാർട്ടിയിൽ നിന്ന്
ചുരുങ്ങിയ നാളത്തെ പരിചയം കൊണ്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അത് അനുഭവം ജനങ്ങളുടെ മുമ്പിലും ജ്യോതിക്ക് അതിന് പ്രധാനപ്പെട്ട നേതാവുന്നു. നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയട്ടെ. വളരെ നന്ദി. സന്തോഷം.